ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാടിന്റെ ഉപമുഖ്യമന്ത്രി കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജാമ്യം ലഭിച്ച വി സെന്തിൽ ബാലാജി മന്ത്രിസഭയിലേക്ക് തിരികെ എത്തുകയാണ്. ഇന്ന് വൈകിട്ട് രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞ. വിവരങ്ങളുമായി വി ആർ കാർത്തിക് ചേരും. അതിനു മുമ്പ് പ്രതികരണം. அந்த வாழ்த்துக்களுக்கெல்லாம் நன்றி தெரிவிச்சுக்கிறேன். நிறைய பேர் விமர்சனம் வச்சிருக்கிறாங்க. அந்த விமர்சனங்களுக்கும் சேர்த்து என்னுடைய நன்றியை நான் தெரிவிச்சுக்கிறேன். கண்டிப்பா ஒவ்வொரு வாழ்த்துக்களை எப்படி நான் உள்வாங்கிக் கொள்கிறோனோ அதே மாதிரி விமர்சனங்களையும் உள்வாங்கி அதில் தவறுகள் இருந்தால் திருத்திக்கிறதுக்கும் என்னுடைய பணிகள் இன்னும் சிறப்பாக அமைவதற்கும் தலைவருடைய வழிகாட்டுதலின்படி என்னுடைய பணிகள் அமையும் நான் நம்புறேன். செயலாளர் பொறுப்பேற்கும் போது இதே மாதிரி விமர்சனங்கள் வந்தது. என்னுடைய பணிகள் വി ആർ കാർത്തിക് ചേരുന്ന വിവരങ്ങളുമായി. കാർത്തിക്, 46-ാമത്തെ വയസ്സാണ് ഉദയനിധി സ്റ്റാലിന്. ഈ ചെറുപ്രായത്തിൽ തന്നെ ഉപമുഖ്യമന്ത്രി പദവി, അതായത് മന്ത്രിസഭയിൽ രണ്ടാമനാവുകയാണ് ഉദയനിധി. DMK-യിലും സ്വാധീനം ഉയരുന്നു. എന്തൊക്കെയാണ് പുനഃസംഘടനയിലെ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ? എൽദോ, അല്പം മുൻപാണ് ഉപമുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നതിന് മുൻപാണ് ഇന്ന് രാവിലെ ഉദയനിധി സ്റ്റാലിൻ കലേഞ്ചർ കരുണാനിധിയുടെയും അതോടൊപ്പം തന്നെ മുൻ മുഖ്യമന്ത്രി അണ്ണാദുരൈയുടെയും സ്മൃതി മണ്ഡപങ്ങളിലെത്തി പുഷ്പാർച്ചന നടത്തിയ ശേഷമുള്ള പ്രതികരണമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. ഉപമുഖ്യമന്ത്രി പദം കേവലം ഒരു പദവിയല്ല, അതിനപ്പുറത്തേക്ക് തന്നിൽ അർപ്പിതമായ വലിയൊരു ഉത്തരവാദിത്തമാണ്. തന്റെ മുൻഗാമികളെ അവരുടെ പാത പിന്തുടർന്നുകൊണ്ട് ആ പ്രവൃത്തി ഭംഗിയായി ചെയ്യാൻ എല്ലാ കാര്യങ്ങളും നിർവഹിക്കും എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്തായാലും ഇന്ന് വൈകിട്ട് 3:30 സത്യപ്രതിജ്ഞാ ചടങ്ങ്. രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഒരു ഇടവേളയ്ക്ക് ശേഷം അഭ്യൂഹങ്ങൾക്ക് വിരാമം വിട്ടുകൊണ്ട് തമിഴ്നാടിന്റെ ഉപമുഖ്യമന്ത്രിയായി ഉദയനിധി സ്റ്റാലിൻ എത്തുന്നു എന്നതാണ് ഏറ്റവും നിർണായകം. ഏറെ നാളായി ഇത്തരത്തിൽ ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് അദ്ദേഹത്തിന് ഒരു സ്ഥാനക്കയറ്റം ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. പക്ഷേ ഇക്കാര്യങ്ങൾ പല ഘട്ടങ്ങളിലും ചോദ്യങ്ങളായി MK സ്റ്റാലിന് മുന്നിൽ ഉന്നയിച്ചെങ്കിലും അക്കാര്യത്തിലൊരു സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. ഇന്നലെ വൈകിട്ടാണ് ഉദയനിധി സ്റ്റാലിന്റെ സ്ഥാനക്കയറ്റവും അതോടൊപ്പം തന്നെ മറ്റു പുതിയ 3 മന്ത്രിമാരെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണം എന്നൊരു നിർദ്ദേശിച്ചുകൊണ്ടുള്ള കത്ത് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ രാജ്ഭവനിൽ നൽകിയത്. അത് ഗവർണർ അംഗീകരിക്കുകയായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ വി സെന്തിൽ ബാലാജി നേരത്തെ മന്ത്രിയായിരുന്നു, നേരത്തെ എക്സൈസ് മന്ത്രിയായിരുന്നു. 2023 ജൂണിലാണ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ED അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ജയിലിൽ കഴിയുമ്പോഴും അദ്ദേഹം മന്ത്രിയായി തുടർന്നു. എന്നാൽ ഗവർണറുടെ വിമർശനത്തിന് പിന്നാലെ അദ്ദേഹം രാജിവെക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് ഈ കേസിൽ ജാമ്യം ലഭിച്ചത്. അത്തരത്തിൽ ജാമ്യം ലഭിച്ചതോടെ സെന്തിൽ ബാലാജിയെ കൂടി മന്ത്രിസഭയിലേക്ക് തിരികെ കൊണ്ടുവരുന്നു എന്നതാണ് ശ്രദ്ധേയം. നേരത്തെ എക്സൈസ് വകുപ്പായിരുന്നു സെന്തിൽ ബാലാജി കൈകാര്യം ചെയ്തിരുന്നത്. തിരികെ എത്തുമ്പോൾ അദ്ദേഹത്തിന് ഏത് വകുപ്പ് നൽകും എന്നത് നിർണായകമാണ്. എന്തായാലും നിലവിലെ 3 മന്ത്രിമാരെ ഒഴിവാക്കി 4 പേരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുകയാണ് MK സ്റ്റാലിൻ. പ്രത്യേകിച്ച് നിലവിലെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കൂടി ഇത് വായിച്ചെടുക്കണം. കാരണം വിജയ് അടക്കമുള്ള താരങ്ങൾ പുതിയ സംഘടന പ്രഖ്യാപിച്ചു. 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കും. ആ ഘട്ടത്തിൽ കൂടുതൽ വെല്ലുവിളികൾ സ്വാഭാവികമായും ഉദയനിധി സ്റ്റാലിനെ തേടിയെത്തും. അത്തരത്തിൽ ഒരു ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു രാഷ്ട്രീയ തീരുമാനമായി കൂടി MK സ്റ്റാലിന്റെ ഈ തീരുമാനത്തെ വിലയിരുത്തുന്നവരുണ്ട്. എന്തായാലും സ്റ്റാലിന്റെ പിൻഗാമി ആര് എന്ന ചോദ്യത്തിന് 2021 തന്നെ ഉത്തരമായിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെന്നൈയിലെ ചെപ്പോക്ക് മണ്ഡലത്തിൽ നിന്നാണ് സ്റ്റാലിൻ മത്സരിച്ച് വിജയിച്ചത്. തുടർന്ന് 2022 ഡിസംബറിൽ അദ്ദേഹം മന്ത്രിയായി. നിലവിൽ കായിക യുവജനക്ഷേമ വകുപ്പുകളാണ് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത്. എന്നാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം തന്റെ പിൻഗാമി ആര് എന്ന ചോദ്യം അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് 46-ാം വയസ്സിൽ ഉദയനിധി സ്റ്റാലിൻ എത്തുന്നു. 56-ാം വയസ്സിലാണ് MK സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രിയായത്. തുടർന്ന് പിന്നീട് 68-ാം വയസ്സിലാണ് മുഖ്യമന്ത്രിയായത്. അത്തരത്തിൽ MK സ്റ്റാലിന് എത്തിയ വയസ്സിന് മുൻപ് തന്നെ ഉദയനിധി സ്റ്റാലിൻ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും സെന്തിൽ ബാലാജിയെ കൂടി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ BJPക്കുള്ള രാഷ്ട്രീയ മറുപടി കൂടി നൽകുകയാണ് DMK. എൽദോ, വി ആർ കാർത്തിക്കാണ് വിവരം നൽകിയത്. തമിഴ്നാട് മന്ത്രിസഭയിലേക്ക് ഉപമുഖ്യമന്ത്രിയായി ഉദയനിധി സ്റ്റാലിൻ എത്തുകയാണ്. ഇന്ന് വൈകിട്ടാണ് സത്യപ്രതിജ്ഞ നടക്കുക. നടൻ ബാലചന്ദ്രൻ മേനോന്റെ പരാതിയിൽ യൂട്യൂബ് ചാനലുകൾക്കെതിരെ കേസെടുത്തു. ആലുവയിൽ താമസിക്കുന്ന നടി യൂട്യൂബ് ചാനൽ വഴി തന്നെ അപകീർത്തിപ്പെടുത്തിയെന്നാണ് ബാലചന്ദ്രൻ മേനോന്റെ പരാതി. IT ആക്ട് പ്രകാരം സൈബർ പോലീസാണ് കേസെടുത്തത്. ഡാനി പോൾ അതിന്റെ വിവരങ്ങൾ നൽകും. ഡാനി, വിശദാംശങ്ങൾ.
എൽദോ കഴിഞ്ഞ ദിവസമാണ് ബാലേന്ദ്രൻ മേനോൻ സംബന്ധിയായ പരാതിയുമായി മുന്നോട്ട് വരുന്നത്. അതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നടി നൽകിയ അഭിമുഖത്തിൽ യൂട്യൂബിൽ വിവിധ യൂട്യൂബ് ചാനലുകൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കും തന്നെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള സംസാരങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. ഇത് തന്നെ ബോധപൂർവമായി അപകീർത്തിപ്പെടുന്നതിന്റെ ഭാഗമായാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഇത്തരം കാര്യങ്ങൾ സംപ്രേഷണം ചെയ്തതിനെതിരെയാണ് ബാലേന്ദ്രൻ മേനോൻ പരാതി നൽകിയത്. ഇതിൽ ഏതെല്ലാം യൂട്യൂബ് ചാനൽ ആർക്കെതിരെയാണ് കേസ് എന്നത് സംബന്ധിച്ച് വിശദാംശങ്ങൾ ഏതായാലും കൂടുതൽ പരിശോധനകൾക്ക് ശേഷമാണ് വ്യക്തമാക്കാമെന്ന് സൈബർ പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും കേസ് എടുത്തിട്ടുണ്ട്. യൂട്യൂബ് ചാനലുകളുടെ കണ്ടന്റുകൾ അത് പരിശോധിക്കുകയാണ്. ഈ പരാതിയിൽ പറയുന്ന രീതിയിൽ കാര്യങ്ങളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. ഏതായാലും കേസ് എഫ്ഐആർ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ബാലേന്ദ്രൻ മേനോൻ മറ്റൊരു പരാതി DGPക്ക് നൽകിയിരുന്നു. അത് ഈ പറയുന്ന നടിയുടെ വിവിധ നടന്മാർക്കെതിരെ പരാതി നൽകിയ നടിയുടെ തന്നെ അഭിഭാഷകൻ തന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് കാണിച്ചുകൊണ്ടാണ് ആ പരാതി DGPക്ക് നൽകിയിരിക്കുന്നത്. തന്റെ ഭാര്യയുടെ ഫോണിൽ വിളിച്ച് വരും ദിവസങ്ങളിൽ 3 ലൈംഗിക പരാതികൾ ഇദ്ദേഹത്തിനെതിരെ വരും, നടനെതിരെ ബാലേന്ദ്രൻ മേനോനെതിരെ വരും എന്ന് പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ പിന്നീടാണ് ഈ നടിയുടെ ഒരു പോസ്റ്റ്, ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം വരുന്നത്. പിന്നീട് ഇത്തരം ആക്ഷേപങ്ങളായിട്ട് വരികയും ചെയ്തു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ തന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്നത് ഫോൺ റെക്കോർഡ് അടക്കമുള്ള കാര്യങ്ങൾ സഹിതമാണ് DGPക്ക് പരാതി നൽകിയതായിട്ട് പറയുന്നത്. വരും ദിവസങ്ങളിൽ ഇതിന്റെയും തുടർച്ചയായ ഒരു നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാലചിത്രമേനോന്റെ പരാതിയിൽ യൂട്യൂബർക്കെതിരെ കേസെടുത്തു പോലീസ്.